ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വർക്കലയിൽ നിന്ന് ശ്രീകാളഹസ്തിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ജയന്തിയിലായിരുന്നു. അത്യാവശ്യം പുതിയ കോച്ചൊക്കെ ആയിരുന്നു, AC ആയിരുന്നു, 3 ടയർ ആയിരുന്നു. പക്ഷേ പ്രോപ്പർ മെയിൻ്റനൻസ് ഒന്നും ഇല്ല കേട്ടോ. പുതിയ മോഡലൊക്കെയാണ്. അതിൻ്റെ കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടെയൊക്കെ ക്ലീൻനെസ് വേണമെന്ന് തോന്നി. അപ്പോൾ അതൊക്കെ നല്ല കുഴപ്പമില്ലായിരുന്നു. AC ആയതുകൊണ്ട് നമ്മളിങ്ങനെ മിണ്ടാതെ ഇതൊക്കെ കണ്ട് സൈഡിൽ ഇത് പലവൊരു കായലാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ആവാറായപ്പോഴാണ് കയറിയത്. 11:20 വർക്കലയിൽ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പുണർത്തുനിന്ന് വെജിറ്റേറിയൻ ഫുഡ് ഉള്ളത് കൊണ്ട് അതൊക്കെ കഴിച്ച് സുഖമായിട്ട് റിലാക്സായി ട്രെയിനിലൊക്കെ കിടന്നുറങ്ങി. ഇത് തിരുപ്പതി സ്റ്റേഷനാണ് കേട്ടോ. റെനിഗുണ്ടയിലാണ് ഞാൻ ഇറങ്ങേണ്ടത്. അതിന് മുന്നേ ഉള്ള സ്റ്റേഷനാണ്. നല്ല ആളുണ്ടായിരുന്നു. വെളുപ്പിന് 4:40 ആകുമ്പോഴാണ് എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോയിലങ്ങ് കയറി. ഓട്ടോയിൽ കയറി ഒരു 700 രൂപ കൊടുക്കുമ്പോഴത്തേക്കും റെനിഗുണ്ടയിൽ നിന്ന് കാളഹസ്തിയിലോട്ട് കൊണ്ടുപോകും. ഏകദേശം 45 മിനിറ്റ്സ് എടുക്കും. വെളുപ്പിനായതുകൊണ്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട്, അവിടെയും റോഡ് പണി നടക്കുന്നുണ്ട്. കണ്ട് ഇങ്ങനെ നമ്മുടെ നല്ല ഓട്ടോക്കാരൻ ചേട്ടൻ ചില്ലായിരുന്നു. പറന്നാണ് പോയത്. നല്ല സ്പീഡിന്, ഓട്ടോയ്ക്ക് എത്രത്തോളം സ്പീഡിന് പോകാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിലാണ് പോയത്. പിന്നെ രാവിലെ വരുന്ന നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ, സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന്. പിന്നെ യാത്രയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല യാത്ര സുഖമൊക്കെ തന്നെയാണ്. രാവിലെ നമ്മൾ കറക്റ്റ് സമയം 5:45 6 മണിയായപ്പോൾ തന്നെ കാളഹസ്തിയിലോട്ട് നമ്മൾ എത്തിത്തുടങ്ങി. അവിടെ SSR എന്ന് പറയുന്നൊരു ഹോട്ടലിലോട്ടാണ് നമ്മൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞത് പോകാനായിട്ട്. അത് ഈ കാളഹസ്തി ക്ഷേത്രത്തിൽ ചേർന്നിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയും പിന്നെ ഈ പറഞ്ഞ കണക്ക് റേറ്റും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ തന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ചേട്ടൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. ഇത് ആ ഹോട്ടലിലെ റൂമാണ്. 1200 രൂപയാണ് നോൺ AC റൂം. AC ആണെങ്കിൽ 1600 ആവും. അപ്പോൾ പിന്നെ ഇതാണ് അവിടുത്തെ റിസപ്ഷൻ. ഭഗവാന്റെയും ഭഗവതിയുടെയും പടമെല്ലാം ഉണ്ട്. ഇത് കാളഹസ്തിയിൽ അവിടുത്തെ തിരക്കാണ്. നല്ല തിരക്കുണ്ട് അവിടെ ക്ഷേത്രത്തിൽ. ഈ രാഹു കേതു പൂജ ഏകദേശം 45 മിനിറ്റ്സ് കൂടുതൽ എടുക്കും. അപ്പം രാവിലെ ക്യൂ നിന്ന് വേണം നമുക്കത് ഏത് ടൈപ്പ് ഓഫ് പൂജ വേണമെന്നുള്ളത് നോക്കേണ്ടത്. ഇവിടെ 500 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ 5000 രൂപയ്ക്കൊക്കെ ഉണ്ട് പൂജ. ആ പൂജ കഴിഞ്ഞ് ആ ദർശനം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു മലയുണ്ട്. ആ മലയിലോട്ട് കയറിപ്പോണ ഭാഗമാണിത്. അത് ഈ പടി വഴിയാണ് കയറിപ്പോണത്. അവിടെ വലിയൊരു ശിവനും പാർവതിയുടെ ഒരു വിഗ്രഹമുണ്ട്. അത് രാത്രി അവർ ലൈറ്റ് ഇട്ടത് ഭയങ്കര ഭംഗിയായിട്ടാണ് അത് ആ വിഗ്രഹം കാണാനായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തിലോട്ട് കയറി പോകുന്ന വഴിക്ക് നമുക്ക് ഈ കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഇത്തിരി പാടാണ്, നല്ല കയറ്റമുണ്ട് കയറിപ്പോവാൻ. എന്നാലും എല്ലാവരെ കൊണ്ടും കയറാനൊക്കെ പറ്റും. കുറച്ച് റിലാക്സ് ചെയ്ത് ഇരുന്നിരുന്നൊക്കെ പതുക്കെ കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ആ സ്ഥലം മൊത്തം നമുക്കത് കാണാൻ പറ്റും ഇതിലൂടെ. നല്ല ഒരു വ്യൂ ആണ് മുകളിലോട്ട് കയറി. ഇതാണ് ആ കാളഹസ്തി ക്ഷേത്രമാണ്. ഇതാണ് ഈ കാണുന്നതാണ് കാളഹസ്തി ക്ഷേത്രം. നമ്മൾ കയറി പോകുമ്പോൾ അത് മൊത്തം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. പതുക്കെ നമ്മളിങ്ങനെ കയറി പോയി. എൻ്റെ ഫ്രണ്ട് ഉണ്ണിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഏകദേശം എത്താറാകുമ്പോൾ ഉള്ളൊരു ശിവൻ്റെ തന്നെ കുറച്ച് പല ഭാവത്തിലുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയൊരു വിഗ്രഹങ്ങൾ. അത് രാത്രി അങ്ങ് നോക്കിയാലും കാണാം നമുക്ക്, ലൈറ്റ് ഇടുമ്പോഴത്തേക്ക്. ഭയങ്കര രാത്രിയാണ് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇതവിടുത്തെ കൊച്ചുണ്ട്. ആ ഗ്രാമം മൊത്തം ഇങ്ങനത്തെ വീട്, ഇതൊക്കെ മുകളിൽ നിന്ന് കാണുമ്പോഴാണ് എന്ത് ഭംഗിയെന്ന് തോന്നുന്നത്. കൊച്ചു വീടുകളാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻസ് എല്ലാം ഇങ്ങനെ അടുക്കി ഒരു സൈഡ് മൊത്തം അതങ്ങ് വീടാണ്, ഒരു സൈഡിൽ ഒന്നുമില്ല. ആ രീതിയിലാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻസ് എല്ലാം പോയേക്കുന്നത്. ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ കാളഹസ്തി വായുലിംഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ എന്തോ കാറ്റ് നല്ല കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതൊക്കെ കണ്ട് പതുക്കെ ഇറങ്ങി പിന്നെയും തിരിച്ച് നമ്മൾ ഇറങ്ങി. എത്ര ഇരുന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ തോന്നത്തില്ല. അത്ര നല്ല ഒരു അന്തരീക്ഷവും ഒരു ഭക്തി നിറഞ്ഞ സ്ഥലവുമാണത്.
നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് അവിടെ ഇരുന്ന് ഇത് കാണാനായിട്ട്. പിന്നെ അവിടെ നമുക്ക് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു. എവിടെ പോയാലും നമുക്ക് നമ്മളുടെ കൂട്ടുകാരായ ആൾക്കാരെ കാണാമല്ലോ. അവനൊക്കെ കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അവരവിടെ ഇരുന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നത് ഒന്ന് കണ്ടു. ഭയങ്കര അടിയാണ് കേട്ടോ അവർ തമ്മിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ ഉണ്ട്. പാവം കണക്കിരുന്ന് കഴിക്കുന്നേ ഉള്ളൂ. ഇവൻ വില്ലനായിരുന്നു. ഇവൻ വന്നിട്ട് ഇനി ബാക്കി ആർക്കും കഴിക്കാൻ പറ്റത്തുള്ളൂ. മറ്റവരൊക്കെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. ആള് ഇത്തിരി വില്ലനായിരുന്നു. അവിടെ ഒരു മനോഹരമായൊരു ചിത്രം ഉണ്ടായിരുന്നു, അതാണ് കണ്ടത്. പിന്നെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് കാളഹസ്തിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഉച്ചയ്ക്കായിരുന്നു, നമുക്ക് 3 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പം നമ്മൾ പിന്നെ ഒരു ഓട്ടോ എടുത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു പോവുകയാണ്. നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഏരിയയും നല്ല സ്ഥലങ്ങളാണ്. നല്ല ക്രൗഡ് വരുന്ന ഏരിയയാണ്. കൂടുതലും ആൾക്കാർ തിരുപ്പതി പോയിട്ടാണ് കാളഹസ്തി വരുന്നത്. കാളഹസ്തി വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് വേറെ ക്ഷേത്രങ്ങളിലൊന്നും ആരും കയറാറില്ല. നേരെ വീട്ടിലോട്ട് തന്നെ വരണമെന്നാണ് ഒരു റൂള്. അതുകൊണ്ട് കൂടുതലും തിരുപ്പതിയിലൊക്കെ പോയതിന് ശേഷം ഏറ്റവും അവസാനം വരുന്ന ക്ഷേത്രമാണ് കാളഹസ്തി. അവിടെ നിന്ന് നേരെ എല്ലാവരും വീട്ടിലോട്ടാണ് പോകണം. ഇത് തിരിച്ച് പോണ വഴിക്കുള്ള കുറച്ച് ഭാഗങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ. അത് ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോൾ അവസാനമായി നമ്മൾ കണ്ട മലയുടെ മുകളിൽ ശിവനും പാർവതി അവിടെ ഇരിപ്പുണ്ട്. സൈഡിൽ പെട്ടെന്ന് കാണാമായിരുന്നു. അങ്ങ് മുകളിലാണ്, ആ മലയിലാണ് നമ്മൾ കയറിപ്പോയത്. പിന്നെ ഭയങ്കര വൃത്തികേടൊന്നുമില്ല, എന്നാലും അവിടെ നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു ആ ഹോട്ടൽ. SSR ഹോട്ടലിൻ്റെ രാജമാത എന്ന് പറയുന്നൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അവിടുന്ന് തന്നെയാണ് ഫുഡ്. നമ്മൾ ഉച്ചയ്ക്കും താലി മീൽസ് ഉണ്ടായിരുന്നു, കഴിച്ച്. എല്ലാം റീസണബിൾ റേറ്റൊക്കെയാണ്, ഭയങ്കര ഹൈ ഇതൊന്നും അല്ലായിരുന്നു. പിന്നെ ഓട്ടോക്കാർ ഇത് കണക്ക് റെനിഗുണ്ടിൽ നിന്ന് ഈ കാളഹസ്തി വരെ 800 എന്നൊക്കെ ചോദിക്കും. രാവിലെ വന്ന ഓട്ടോക്കാർ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മളൊരു 600 രൂപയ്ക്ക് സമ്മതിച്ച്. തിരിച്ചു പോണത് 600 രൂപയ്ക്ക് സമ്മതിച്ചില്ല, 700 തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ പോണ വഴി കണ്ടിട്ട് കുറേ കൃഷിപ്പാടങ്ങളാണ്. ഇവിടെ നിന്ന് നമ്മൾ റെനിഗുണ്ടിലോട്ട് പോണ വഴിക്ക്, കാളഹസ്തിയിൽ നിന്ന് പോണ വഴിക്കെല്ലാം കൃഷിപ്പാടങ്ങളാണ് കൂടുതലും. അങ്ങനെ റെനിഗുണ്ട സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടുത്തെ മെട്രോ, വേറെ ടൈപ്പ് മെട്രോ ഉണ്ടല്ലോ, അപ്പോൾ ആ ട്രെയിൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ആ ഒരു വിഷ്വൽ എടുത്തതാണ്. നല്ല പിന്നെ അവിടുത്തെ എൻക്വയറി സെക്ഷൻ അത്ര ഇതല്ല, സ്ട്രോങ് അല്ല കേട്ടോ. പിന്നെ ആപ്പിലാണെങ്കിൽ പ്ലാറ്റ്ഫോം കറക്റ്റും അല്ല. അപ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു മനസ്സിലാവും ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന്. ഞാനങ്ങനെ പ്ലാറ്റ്ഫോം മാറാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ കിടന്ന് സുഖം ഉറക്കം. ഇവ എങ്ങനെ കയറിയെന്നാണ് ഞാൻ ആലോചിച്ചത്. നോക്കിയപ്പോഴാണ് ആ കയറി വരുന്ന പടിയുടെ അവിടെ നിന്നൊരു ഗ്യാപ്പുണ്ട്. എന്തായാലും അവൻ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. ആരും ഒരു ശല്യമില്ലാതെ മുകളിൽ കിടന്ന് സുഖം ഉറക്കമായിരുന്നു അവൻ. സ്റ്റേഷനാണ്, കുഴപ്പമില്ല സ്റ്റേഷനൊക്കെ. പിന്നെ കേരളത്തിനാണെങ്കിൽ അത്രയും വൃത്തിയില്ല. പിന്നെ ഫുഡ്, നമുക്കിപ്പോൾ ട്രെയിനിൽ സൊമാറ്റോയൊക്കെ കൊണ്ടുതരുന്നതുകൊണ്ട് ഏത് ഫുഡ് വേണമെങ്കിലും ട്രെയിനിൽ കിട്ടും. ട്രെയിനിലെ ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാത്രി സുഖമായിട്ട് ഉറങ്ങി നമ്മൾ ആ യാത്ര അങ്ങ് അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ